എടാ നീ വിചാരിക്കും പോലെ അവളുടെ മനസ്സിലെങ്കിൽ നീ ഇല്ല. അങ്ങനെയായിരുന്നു അവർ നേരത്തെ നിന്റെ അടുത്തേക്ക് വന്നേനെ. ഇതിപ്പോ എത്ര വർഷമായടാ ഇത് പിടി. എന്തൊരു ചൂട്. ഞാനിനി ഇവിടെ നിൽക്കണില്ല, എങ്ങോട്ടെങ്കിലും പോവാ. കയ്യിലാണെങ്കിൽ പൈസ ഇല്ല. കാശൊക്കെ ഞാൻ ഒപ്പിച്ചു തരാം. നീ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് കഴിയുമ്പോൾ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയേക്ക്. ഇവിടെ വന്നാൽ നീ അവളെ ആലോചിച്ച് വെറുതെ വിഷമിച്ചിരിക്കുള്ളൂ, ഒരു കാര്യം ഉണ്ടാവില്ല. അവളാ കായലുമതിരെ പെങ്ങളാ. 10 പൈസയില്ല മൂട്ടി തുണിയില്ലാത്ത നിന്റെ പുറകെ അവള് വരൂല. മിനിമം ഒരു പുളുങ്കുമ്പലെങ്കിലും അവള് കയറി പിടിക്കുള്ളൂ, അതുറപ്പാ. നീ കഴിക്ക. ചായ ഷുഗറാ, ലഡു എടുക്കാം. ലഡു ഉള്ളു. ജോവലിന് അമേരിക്കയിൽ മാത്രമല്ല ബിസിനസ്, വേറെ പല രാജ്യങ്ങളിലുണ്ട്. കാര്യങ്ങളൊക്കെ ഡൊമിനിക് അച്ഛൻ പറഞ്ഞായിരുന്നു. പിന്നെ ഈ കാണുന്നതിന്റെ നേർ പകുതി അത് അവൾക്കുള്ളതാ. ഓ ആയിക്കോട്ടെ. ജോവലിന് കുട്ടിയെ കാണാൻ ഒരു ആഗ്രഹം, അതാ പെട്ടെന്ന് വന്നത്. ഈ നമ്മൾ ഈ സമ്പന്ന കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാകുമ്പോഴേ കാര്യങ്ങളൊക്കെ ഭംഗിയായിരിക്കണം, ഇല്ല മമ്മി? അല്ല, ഈ അമേരിക്കയിലൊക്കെ കാര്യം നല്ല ഒരു ഇതല്ലേ? അല്ല, ഈ കാര്യം എന്ന് പറയുമ്പോൾ അതാണല്ലോ ഈ ഒരു സാമ്പത്തികം. എല്ലാ പെൺകുട്ടികളെ പോലെ തന്നെ എൻ്റെ കാര്യത്തിലും ഡിസിഷൻസ് എടുക്കുന്നത് എൻ്റെ ഫാമിലിയാണ്. അവരെ അനുസരിക്കാനേ എനിക്ക് പാവൂ. എനിക്കറിയാം, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല. വീട്ടുകാർക്കറിയാവുന്നൊരു അമേരിക്കൻ ഫാമിലിയാണ്. അവരിന്നലെ വീട്ടിൽ വന്ന് കണ്ട് സംസാരിച്ച് എല്ലാം പറഞ്ഞുറപ്പിച്ചു. എന്തത്? ആനി ഒരു മിനിറ്റ്. എടാ ഇത്രക്ക് ഇമോഷണൽ ആവണ്ട, കുറച്ച് കുറയ്ക്ക്. ബി ബോൾഡ്. ഇതിന്റെ കണ്ണിൽ ഗ്ലിസറിനൊക്കെ വരട്ടാണ്. ഗ്ലിസറിനൊന്നും ഇട്ടിട്ടില്ല, പിന്നെ അറിയാണ്ട് നനഞ്ഞു പോണതാ. എന്താ പറ്റി? കണ്ണല്ലോ പോയാ? ജീവിതത്തിലാണെങ്കിലും അവൾക്ക് തന്നെയല്ലടാ എന്നോട് പറയാനുള്ളത്. സീം വേറത്തെ കോൺട്രാക്ടല്ലേ വന്നേ. ആണെങ്കിലല്ലേ. അതെ, നെക്സ്റ്റ് ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന പ്രാർത്ഥനയോടെയാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഗുഡ് ബൈ പറയാം. എന്നിട്ട് ലെഫ്റ്റ് ഔട്ട് അങ്ങോട്ട് പോയാൽ മതി. ഓക്കെ? അതൊക്കെ റെഡിയാ. നീ ആ ഫ്രെയിമിൽ നിന്ന് മുടി എടുത്ത് മാറ്റ്. ഓക്കെ, എടുക്കാം. റെഡി അല്ലേ? റെഡി. ഓക്കെ സാർ. ക്യാമറ റോളിംഗ് ആണ് സാർ, റോളിംഗ് ആണ്. ആക്ഷൻ. ഇനിയൊരിക്കലും നേരിൽ കാണരുതെന്ന പ്രാർത്ഥനയോടെയാണ് ഞാനിപ്പോൾ പോകുന്നത്. പതിയെ ഗുഡ് ബൈ പറഞ്ഞ് ഫ്രെയിം ഔട്ടായിക്കോ. ഇനി ഇതല്ലേ കാണിക്കാൻ? അങ്ങനൊരു ഗുഡ് ബൈ പറഞ്ഞു പോവാനല്ല, കുഞ്ഞുനാൾ മുതലേ ഞാൻ നിന്നെ മനസ്സിൽ കൊണ്ടു നടന്നത്. സാറേ, ആ ഡയലോഗ് ഇല്ലാത്ത കട്ട് പറ. ഇല്ലില്ല, പോണോടത്തോളം പൊക്കോട്ടെ. പൊക്കോട്ടെ. എന്തെങ്കിലും നീ ഇത് എന്നോട് പറയുമെന്നോർത്തിട്ടാ ഞാൻ ഇത്രയും നാളെ കാത്തിരുന്നത്. സാരല്ലടാ, ഇരിക്കൊരു വീട്ടിലെ ജോസിൻ്റെയും കത്രീനയുടെയും മകളായ ആനയെ കേട്ടാൻ നീ റെഡിയാണോ? കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തോളാം, ഞാൻ വിളിക്കാം. ബൈ.